ഇവിടെ ഹീറോയിൻ ദൈവത്തിനോട് ഞാൻ ഒരിക്കലും വലുതാവരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവൾ ഏജ് അറ്റൻഡ് ചെയ്താൽ ഉടൻ തന്നെ ഇവളുടെ പഠിത്തം നിർത്തിയിട്ട് കല്യാണം കഴിച്ചു വെക്കും. അതേസമയം ഹീറോയിനാണെങ്കിൽ ഒരു ഡോക്ടർ ആവണമെന്നായിരിക്കും അത് അച്ഛനോടും പോയി പറയും. പക്ഷെ ഇവളുടെ അച്ഛനാണെങ്കിൽ ഇവളെ കുറിച്ച് മനസ്സിലാക്കാതെ നാട്ടു നടപ്പം മര്യാദയാണ് മുക്കിന്ന് പറഞ്ഞ് ഇവളോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളും കടന്നു പോകുകയാണ്. വൈകാതെ ഇവൾ പേടിച്ച പോലെ തന്നെ ഇവൾക്ക് വയറുവേദന സ്റ്റാർട്ട് ആവും. താൻ പ്യൂബർട്ടി റീച്ച് ആയി ഇവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാകും. പക്ഷെ അത് വീട്ടിൽ പറഞ്ഞാൽ ഇവൾക്ക് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുകയാണ്. ഇവളെ സ്കൂളിലേക്ക് വായിക്കില്ല, വീട്ടിൽ ജോലി കൂടി ചെയ്യേണ്ടത് ഇവളായിരിക്കും. സോ വൈകിട്ട് എങ്ങനെ വീട്ടിൽ പോകുന്ന അറിയാതെ ഹീറോയിനും പാനിക് ആവുകയാണ്. പക്ഷെ ആ സമയമായിരിക്കും ഒരു സാർ ഇവളെ വിളിച്ചൊരു ബോട്ടിൽ എടുക്കാനായിട്ട് പറയാ. ഇവളത് എടുക്കുന്ന സമയം ഇവളുടെ കാല് സ്ലിപ്പ് ആകും. അതിലുണ്ടായിരുന്ന റെഡിങ് മുഴുവൻ ഇവളുടെ മേലെയാവുകയാണ്. അങ്ങനെ ഇവളും ടെൻഷൻ ആവുന്ന സമയത്താണെങ്കിൽ അവിടെ വരുന്ന പ്രിൻസിപ്പൾ ജസ്റ്റ് ഇങ്കാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. ഇവളുടെ മേലെയുള്ള റെഡിങ് കാരണം ഇവളുടെ പീരിയഡ്സ് ബ്ലഡ് ആരും കാണുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ പറയുന്നവർ ഈ കാര്യം ആരും അറിയില്ല എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയത്ത് നാട്ടിലുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ഇവളുടെ അച്ഛനോട് പ്രശ്നം ഉണ്ടാവുകയാണ്. അതിന്റെ ദേഷ്യം തീർക്കാനായിട്ട് വലുതാവുന്ന ഹീറോയിനെ താൻ തന്നെ കെട്ടുന്ന തീരുമാനിക്കുകയാണ്. വീട്ടിൽ പോയാൽ ഇവളുടെ മേലെയുള്ള ഇങ്ക് കാരണം അമ്മയെ ഇവള് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ സന്തോഷിക്കുകയാണ്. പക്ഷെ അതിന് അടുത്ത ദിവസം എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ പാർട്ട് 3 കമന്റ് വീഡിയോക്ക് ലൈക്കും ചെയ്യുക. പാർട്ട് 1 ലിങ്ക് ടൈറ്റിൽ മേൽ ചെക്ക് ചെയ്ത് നോക്കുക.